മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും CMRL കമ്പനിയും തമ്മിലുള്ള ഇടപാടുകളിലെ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. 2.78 കോടി രൂപ വീണ വിജയനും സ്വന്തം കമ്പനിയായ എക്സാലോജിക്കും ചേർന്ന് CMRL നിന്ന് കൈപ്പറ്റിയത് സേവനങ്ങളൊന്നും നൽകാതെയാണ് എന്നുള്ള കണ്ടെത്തലായിരുന്നു SFIO നടത്തിയത്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനായി ഒരു രേഖയും ഹാജരാക്കാൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. വീണ വിജയൻ എന്താണ് SFIക്ക് നൽകിയ മറുപടി എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. 14 ചോദ്യങ്ങളായിരുന്നു SFIO വീണ വിജയനോട് ചോദിച്ചിരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി വീണ വിജയൻ നൽകുകയുണ്ടായി. ആ മറുപടിയിലൊന്നും ഈ രേഖകൾ ഹാജരാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ത് സേവനമാണ് നൽകിയതെന്ന് പറയുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. SFIO ചോദ്യം ചെയ്യലിൽ വീണയുടെ മറുപടികൾ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സാലോജിക്കിന്റെ ഈ രംഗത്തെ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ഫീൽഡ്, ഇതിൽ എന്താണ് എക്സാലോജിക്കിനുള്ള വൈദഗ്ധ്യം എന്നതിനെ കുറിച്ചായിരുന്നു. എക്സാലോജിക് ഇൻമെക് എന്ന പേരിൽ ഒരു ഉൽപ്പന്നം വികസിപ്പിച്ചു എന്നതുള്ളതായിരുന്നു വീണ വിജയന്റെ മറുപടി. ഇത് പക്ഷേ സ്കൂൾ മാനേജ്മെന്റിനായുള്ള സമഗ്ര സോഫ്റ്റ്വെയർ പരിഹാരമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഉൽപ്പന്നം, ഈ സോഫ്റ്റ്വെയർ സ്കൂളുകൾക്കായി മാത്രമാണ് വികസിപ്പിച്ചിരുന്നത്. പിന്നീട് കോളേജ് മാനേജ്മെന്റുകൾക്കും അനുയോജ്യമാക്കുന്ന തരത്തിൽ വികസിപ്പിച്ചു എന്നുള്ളതായിരുന്നു വീണ വിജയന്റെ മറുപടി. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിരുന്നത്. ഇതൊരു ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ്. കമ്പനിയിൽ നിന്ന് ഉപയോഗാവകാശം നേടിയ ശേഷം ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റിലൂടെ ഇത് ഉപയോഗിക്കാനാകും. ഇതായിരുന്നു വീണ വിജയന്റെ മറുപടി. അതായത് സ്കൂൾ, കോളേജ് തലത്തിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇതാണ് എക്സാലോജിക് നടത്തിയിരുന്നത്. 2014 രൂപീകരിച്ച കമ്പനിയായിരുന്നു എക്സാലോജിക്. അതിനുശേഷം SFIയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം CMRLുമായുള്ള കരാറുകൾ കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു. 2 കരാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവയാണോ CMRLുമായി ഉണ്ടാക്കിയ കരാർ എന്നുള്ള ചോദ്യത്തിന് 2 കരാറുകളാണ് CMRLുമായി ഉണ്ടാക്കിയത് എന്ന് വീണ വിജയൻ മറുപടി നൽകുകയുണ്ടായി. ഒന്ന്, വീണ വിജയനും CMRLുമായുള്ള കരാർ. 2, എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാർ. ഇതായിരുന്നു വീണ വിജയന്റെ മറുപടി. ഇത് നേരത്തെ തന്നെ കണ്ടെത്തിയതുമാണ്. അത് വീണ വിജയൻ അംഗീകരിക്കുകയായിരുന്നു. പിന്നെ തനിക്കും എക്സാലോജിക്കിനും CMRLിൽ നിന്ന് കിട്ടിയ 2.78 കോടി രൂപയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അക്കൗണ്ട് പുസ്തകങ്ങളും കാണിച്ചപ്പോൾ വീണ വിജയൻ നൽകിയ മറുപടി, ഈ തുകകൾ തനിക്കും എക്സാലോജിക്കിനും CMRLിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളതായിരുന്നു. അതായത് വീണ വിജയൻ ആകെ 2,07,00,000 രൂപയാണ് കിട്ടിയത് 2017 മുതൽ 2020 മെയ് വരെ. ഇതായിരുന്നു വീണ വിജയന് കിട്ടിയത് 2,07,00,000 രൂപ. എക്സാലോജിക്കിനാകട്ടെ 71 ലക്ഷം രൂപയാണ് കിട്ടിയത്. അങ്ങനെ ആകെ 2,78,00,000 രൂപയാണ് എക്സാലോജിക്കിനും വീണ വിജയനും ചേർന്ന് 2017 മുതൽ 2020 വരെ CMRLിൽ നിന്ന് കിട്ടിയത് എന്നുള്ള കാര്യം വീണ വിജയൻ സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അടുത്ത ചോദ്യമായിട്ടുള്ളത്, ഏറ്റവും വലിയ ക്ലയന്റ് എക്സാലോജിക്കിന്റെ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ERP പ്രോജക്റ്റ് വലിയതായിരുന്നതിനാൽ എക്സാലോജിക്കിന്റെയും എന്റെയും ഏറ്റവും വലിയ ക്ലയന്റ് CMRL ആയിരുന്നു എന്നുള്ള മറുപടിയാണ് വീണ വിജയൻ നൽകിയത്. അതായത് 2014 രൂപീകരിച്ച എക്സാലോജിക് എന്നുള്ള കമ്പനി 2017 കരാറിൽ ഏർപ്പെട്ടത്. 2017 ജനുവരി 1 മുതലായിരുന്നു വീണ വിജയനും CMRLും തമ്മിലുള്ള കരാർ. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാർ 2017 മാർച്ച് മാസത്തിൽ, ഏപ്രിൽ മുതലാണ് അത് നടപ്പിലാക്കുകയും ചെയ്തത്. അതുമുതലാണ് പണം കൈപ്പറ്റി തുടങ്ങിയിരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഏറ്റവും വലിയ ക്ലയന്റ് എന്ന് പറയുന്നത് CMRL എന്നുള്ളത് തന്നെയായിരുന്നു വീണ വിജയന്റെ മറുപടി. അതുമാത്രമല്ല, SFIO കണ്ടെത്തിയിരുന്നത് 2017, 2018, 2019 ഈ സാമ്പത്തിക വർഷം 1 കോടിയുടെ ടേൺ ഓവർ ഉള്ള കമ്പനിയായി എക്സാലോജിക് വളർന്നു. പക്ഷേ അതിനു മുൻപ് നിസാര തുക മാത്രമായിരുന്നു ടേൺ ഓവർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ CMRL എന്ന ക്ലയന്റിൽ നിന്നാണ് എക്സാലോജിക്കിന് പണം കിട്ടിയിരുന്നത് എന്നുള്ള കാര്യം ഇത് സമ്മതിക്കുകയും ചെയ്തു വീണ വിജയൻ. പിന്നീട് അടുത്ത ചോദ്യമായിട്ട് CMRLിന്റെ IT അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. CMRLിന്റെ IT മേധാവിയുടെ മൊഴിയാണ് ഈ ഘട്ടത്തിൽ SFIO വീണ വിജയനോട് ചോദിച്ചത്. IT മേധാവി പറഞ്ഞിരുന്നത് 2022 വരെ CMRL മാനേജ്മെന്റുമായി ഉണ്ടായിരുന്ന ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയൻ പറഞ്ഞതാണ്, കമ്പനി പ്ലാന്റിലെയും ഓഫീസിലെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പവർ ബിൽഡർ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു. ഇത് IT തലവൻ CMRLിന്റെ ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. പവർ ബിൽഡർ എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്റർ
കുറിച്ചുള്ള വിവരങ്ങൾ കൈയാളുന്നതിന് വേണ്ടിയുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ ടാലി ഉപയോഗിച്ചിരുന്നു, അക്കൗണ്ടിംഗ് ആവശ്യത്തിന് വേണ്ടി, ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി MS ഓഫീസും ഉപയോഗിച്ചിരുന്നു. ഇക്കാര്യം IT തലവൻ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് വീണ വിജയനും പറഞ്ഞത്. അതായത് ടാലിയും ഓഫീസ് പ്രവർത്തനങ്ങൾക്കായി മൈക്രോസോഫ്റ്റ് ഓഫീസും ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യവും വീണ വിജയൻ മൊഴിയായി SFIOയ്ക്ക് നൽകിയിരുന്നു. മറ്റൊരു കാര്യം, CMRലെ IT അടിസ്ഥാന സൗകര്യത്തിൽ കരാറിൽ ഏർപ്പെട്ട കാലം മുതൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും വീണ വിജയനോട് ചോദിച്ചിരുന്നു. അതായത് IT കൺസൾട്ടൻസി സർവീസ് നൽകുന്നത് വഴി എന്തെങ്കിലും മാറ്റങ്ങൾ CMRL കമ്പനിയിൽ വരുത്താൻ, IT അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. എന്നാൽ CMRലുമായുള്ള കരാർ സമയത്ത് IT അടിസ്ഥാന സൗകര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് വീണ വിജയന്റെ മൊഴി. അതായത് പവർ ബിൽഡർ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് വീണ വിജയൻ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതേ സോഫ്റ്റ്വെയർ തന്നെയായിരുന്നു അവർ CMRലുമായുള്ള കരാർ അവസാനിച്ച സമയത്തും CMRL ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ഉത്തരമായിരുന്നു. അടുത്തത് 2.78 കോടി രൂപ കിട്ടിയതിന് എന്തെല്ലാം സേവനങ്ങൾ നൽകി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് എന്തായിരുന്നു വീണ വിജയനും എക്സാലോജിക്കും CMRL നൽകിയ സേവനം എന്നുള്ളത് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ CMRലിൽ റീറ്റെയിനർഷിപ്പ് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന മറുപടിയായിരുന്നു വീണ വിജയൻ നൽകിയത്. CMRലിൻ്റെ സിസ്റ്റങ്ങൾ, സെർവറുകൾ, HR സോഫ്റ്റ്വെയർ എന്നിവയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് CMRL മാനേജ്മെന്റിന് ഉപദേശക സേവനങ്ങൾ, അതായത് അഡ്വൈസറി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് വീണ വിജയൻ പറഞ്ഞത്. സിസ്റ്റങ്ങളിലെയും സെർവറുകളിലെയും സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ആയി സൂക്ഷിക്കണമെന്ന് അവരോട് നിർദ്ദേശം നൽകി എന്നുള്ള കാര്യം വീണ വിജയൻ മൊഴിയായി നൽകി. DNS കോൺഫിഗറേഷൻ വീണ്ടും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സേവനം എന്തായിരുന്നു എന്നുള്ളതാണ്. കൺസൾട്ടൻസിയും ഉപദേശക സേവനവും, സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ആക്കാൻ ഉപദേശിച്ചു, കമ്പനി മേധാവികളുടെ യോഗം വിളിച്ചുകൂട്ടി എന്നുള്ള കാര്യം. അടുത്ത സ്ലൈഡിൽ മറ്റ് സേവനങ്ങളും വരുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ വീട്ടിൽ യോഗങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നു. അവിടെ അദ്ദേഹം കമ്പനിയുടെ വിവിധ വിഭാഗം മേധാവികളെ വിളിച്ചുകൂട്ടുകയും തൻ്റെ മാർഗനിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി അവർ മൊഴിയായിട്ട് നൽകിയിരുന്നത്. ശശിധരൻ കർത്തയുടെ സാന്നിധ്യത്തിൽ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ക്രമവൽക്കരിക്കുന്നതിനായി, അതായത് സ്ട്രീംലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം നൽകി. അതായത് ഒരു സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ രൂപീകരിക്കുവാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ERP സോഫ്റ്റ്വെയർ കരാർ എക്സാലോജിക്കിനാണ് കിട്ടിയതും. ഇക്കാര്യവും അവർ സമ്മതിക്കുകയുണ്ടായി. മാനേജ്മെന്റിന് സമഗ്രമായ പ്രവർത്തനങ്ങൾ, അതായത് എൻഡ് ടു എൻഡ് ഓപ്പറേഷൻസ് ഏകോപിപ്പിക്കാൻ ERP സംവിധാനം വേണമെന്ന ഉപദേശം നൽകിയത് വീണ വിജയനാണ്. CMRലിന് മാത്രമായി ഒരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ വേണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അതിനാൽ ആ സോഫ്റ്റ്വെയറിന്റെ രൂപകൽപ്പനയും വികസനവും നടത്തുന്നതിനുള്ള കരാർ എക്സാലോജിക്കിന് കിട്ടുകയും ചെയ്തു. അതായത് 2017 മുതൽ 2019 വരെയുള്ള മുഴുവൻ കാലയളവും ഈ ERPയുടെ രൂപകൽപ്പന പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിച്ചത് എന്നുള്ള മൊഴിയാണ് വീണ വിജയൻ നൽകിയത്. പ്രധാനമായും മാനവ വിഭവശേഷി മാനേജ്മെന്റ്, HR മാനേജ്മെന്റ്, പേറോൾ മാനേജ്മെന്റ്, ഇൻവെന്ററി ആൻഡ് സപ്ലൈ ചെയിൻ, ഫിനാൻസ് തുടങ്ങിയ മൊഡ്യൂളുകളെ കുറിച്ചായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ക്ലയന്റിന്റെ സൗകര്യപ്രകാരം, ക്ലയന്റ് എന്ന് പറയുന്നത് CMRലാണ്. സാധാരണ യോഗങ്ങൾ അങ്ങനെയാണ് നടത്തിയിരുന്നത്. യോഗങ്ങൾക്കിടയിൽ ഗണ്യമായ ഇടവേളകൾ ഉണ്ടായിരുന്നതും രൂപകൽപ്പന പൂർത്തിയാക്കുന്നതിലോ നടപ്പിലാക്കുന്നതിനോ വലിയ ധൃതി കാട്ടിയിരുന്നില്ല CMRL എന്നുള്ള കാര്യവും. ERP വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് വലിയ ധൃതി കാട്ടിയിരുന്നില്ല കമ്പനി. ആവശ്യത്തിന് സമയമെടുത്തോളാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് മൊഡ്യൂളുകളിൽ ആവർത്തിച്ച് മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നെയുള്ളത് കാര്യം, പക്ഷേ അവസാനം എക്സാലോജിക്കിനാണ് ഈ കരാർ, ERP രൂപീകരിക്കുവാനുള്ള കരാർ കിട്ടിയത് എങ്കിൽ പോലും, അതായത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, ഇതിനുള്ള കരാർ കിട്ടിയത് എക്സാലോജിക്കിനായിരുന്നു എങ്കിലും 2 വർഷം ഈ ചർച്ചകൾ നടത്തിയതിന് ശേഷം അവസാനം എടുത്ത തീരുമാനം വിപണിയിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ERP സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് ഇരു പാർട്ടികളും തീരുമാനിച്ചു, അങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എക്സാലോജിക്കിനെ ആ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. അതായത് എക്സാലോജിക് ERP രൂപീകരിക്കാം എന്ന് പറഞ്ഞുള്ള കരാർ, അത് 2 വർഷം ചർച്ചകൾ അങ്ങനെ പോയി. പക്ഷേ ഒടുവിൽ വിപണിയിൽ നിന്ന് അപ്പോൾ റെഡിമെയ്ഡായി കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ വാങ്ങാം എന്നുള്ള തീരുമാനമെടുത്തു. പക്ഷേ അതിനുശേഷവും ഏറ്റവും അനുയോജ്യമായ ERP സോഫ്റ്റ്വെയറും അത് നടപ്പിലാക്കാൻ ഏറ്റവും നല്ല പങ്കാളിയെയും തിരഞ്ഞെടുക്കുന്നതിനായി വീണ വിജയൻ CMRലിന് കൺസൾട്ടൻസി സേവനങ്ങൾ തുടർന്നും നൽകുകയുണ്ടായി. അതായത് അത് 2020 മെയ് മാസം വരെ തുടർന്നു എന്നുള്ളതാണ്. പക്ഷേ എക്സാലോജിക്കുമായിട്ടുള്ളത് 2019 തുടക്കത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. 24 മാസമാണ് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ വീണ വിജയനുമായിട്ട് 41 മാസവും.
ഇൻവോയ്സുകൾ അയച്ചതല്ലാതെ, അടുത്ത ചോദ്യമായിരുന്നു, ഇൻവോയ്സുകൾ അയച്ചതല്ലാതെ മറ്റ് ഇമെയിൽ ആശയവിനിമയങ്ങളുടെ രേഖകളൊന്നും ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അതായത് ഈ കമ്പനിയും CMRലും എക്സാലോജിക്കും വീണ വിജയനും തമ്മിൽ ഒരു തരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിരുന്നില്ല. ആകെ ഒറ്റ ആശയവിനിമയം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇൻവോയ്സുകൾക്ക് ആവശ്യം, അതായത് പണം കിട്ടുന്നതിന് വേണ്ടി, ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇൻവോയ്സുകൾ അയക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CMRലുമായുള്ള ഭൂരിഭാഗം ആശയവിനിമയങ്ങളും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെ ആയിരുന്നു എന്നായിരുന്നു വീണ വിജയന്റെ മറുപടി. അതുകൊണ്ട് മറ്റു രീതിയിലുള്ള കത്തിടപാടുകളോ ഇമെയിൽ സന്ദേശങ്ങളോ അയച്ചിരുന്നില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ചിലത് ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെയും നടന്നു. CMRൽ മാനേജ്മെന്റ് വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിലാണ് കൂടുതൽ സൗകര്യം കണ്ടെത്തിയിരുന്നത്. അതിനാലാണ് സോഫ്റ്റ്വെയറിന്റെ രൂപകൽപ്പനയും വികസനവുമായി ബന്ധപ്പെട്ട് ഇമെയിൽ ആശയവിനിമയങ്ങളോ മറ്റ് രേഖാമൂലമുള്ള കത്തിടപാടുകളോ ഇല്ലാത്തത് എന്നായിരുന്നു മറുപടി. അതായത് ഇൻവോയ്സുകൾ മാത്രമാണ് ഇമെയിൽ വഴി CMRലേക്ക് അയച്ചിരുന്നത്. അത് 5 ലക്ഷം രൂപ ഓരോ മാസവും വീണ വിജയനും 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും ഈ ഇൻവോയ്സുകൾ മാത്രമായിരുന്നു അയച്ചിരുന്നത്. 2019 ജനുവരിയിൽ ആദായനികുതി വകുപ്പിന്റെ ഒരു റെയ്ഡ് CMRലിൽ നടന്നിരുന്നു. അതിനുശേഷം ഈ ഇൻവോയ്സുകൾ അയക്കുന്നത് എക്സാലോജിക് നിർത്തിയിരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആദായനികുതി പരിശോധനയ്ക്കും പണമിടപാടുകൾക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നായിരുന്നു വീണ വിജയന്റെ മറുപടി. 2019 മധ്യം ആകുമ്പോൾ തന്നെ CMRൽ നിലവിൽ വിപണിയിൽ ലഭ്യമായ ഒരു ERP പരിഹാരം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് രണ്ടു കൂട്ടരും സമ്മതിക്കുകയായിരുന്നു പരസ്പര ധാരണയോടെ. അതുകൊണ്ട് തന്നെ പിന്നീട് എക്സാലോജിക്കിന് ആവശ്യമായ പണത്തിനായി ഇൻവോയ്സുകൾ നൽകുന്നത് നിർത്തിവെച്ചു എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. ഏതെങ്കിലും സേവനം നൽകിയതായി തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടോ തെളിവായി ഹാജരാക്കാൻ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ വീണ വിജയന്റെ മറുപടി അത് അടുത്ത സ്ലൈഡിൽ കാണാം. പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതിനാൽ CMRലുമായുള്ള ഇടപാടുകൾ കൂടുതലും നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ കൂടിയായിരുന്നതിനാലും മറ്റ് രേഖാമൂലമുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അവർ മറുപടി നൽകിയത്. അതായത് പദ്ധതി മുന്നോട്ട് പോയില്ല, ERP പദ്ധതി മുന്നോട്ട് പോയില്ല, കൂടിക്കാഴ്ചകൾ നേരിട്ടായിരുന്നു. എക്സാലോജിക്കിന്റെ സിസ്റ്റത്തിൽ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു, മിനിറ്റ്സ് കണ്ടെത്തി ഹാജരാക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. കാരണം എക്സാലോജിക് കമ്പനി നിർത്തലാക്കപ്പെട്ട ഒരു കമ്പനിയാണ്. അതിനാൽ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലായിരുന്നു ഇവ ഉണ്ടായിരുന്നത്. കമ്പനി വളരെ മുൻപ് തന്നെ അടച്ചു പൂട്ടിയതിനാൽ ഇപ്പോൾ കൈവശമില്ല എന്നും രേഖാമൂലമുള്ള തെളിവുകൾ അതിനാൽ തന്നെ ഇപ്പോൾ ലഭ്യമല്ല, അത് പിന്നീട് കണ്ടെത്തി നൽകാം എന്നുള്ള കാര്യവുമാണ് അവർ അറിയിച്ചത്. ROCക്ക് ചില മിനിറ്റ്സുകൾ നൽകിയിരുന്നുവെങ്കിലും അവർ അത് അംഗീകരിച്ചിരുന്നില്ല എന്നും അവർ മറുപടി നൽകുകയുണ്ടായി. പിന്നീട് ചോദിച്ചത് എക്സാലോജിക്കിന് ഡോർമൻസി പദവി ലഭിക്കുന്നതിനായി, അതായത് കമ്പനി നിർത്തുന്നു എന്നതിനുള്ള പദവി ലഭിക്കുന്നതിനായി നൽകിയ അപേക്ഷയെക്കുറിച്ചായിരുന്നു ചോദ്യം. ഡോർമൻസി പദവിക്കായി അപേക്ഷിക്കുന്നതിന് മുൻപ്, അത് അടുത്ത സ്ലൈഡിൽ കാണാം എന്താണ് അവരുടെ മറുപടി എന്നുള്ളത്. എക്സാലോജിക്കിന് യാതൊരു ബിസിനസ് പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. 2020-21 സാമ്പത്തിക വർഷത്തിന്റെ മധ്യ കാലഘട്ടം മുതൽ കമ്പനിയിൽ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടം മുതൽ, അതായത് അവരുടെ മൊഴി പ്രകാരം 2020-21 സാമ്പത്തിക വർഷത്തിന്റെ മധ്യത്തോടെ തന്നെ എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങൾ പ്രായോഗികമായി തന്നെ നിലച്ചിരുന്നു. തുടർന്നാണ് കമ്പനി പ്രവർത്തനരഹിത, അതായത് ഡോർമന്റ് ആണ് എന്നുള്ള പദവി നേടുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. ഈ പ്രസ്താവന ഇങ്ങനെയാണ്, ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഡോർമൻസി പദവിക്കായി അപേക്ഷ നൽകി എന്നുള്ളതാണ്. കൺസൾട്ടൻസി സേവനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് CMRലുമായി ബന്ധപ്പെട്ട, അതായത് കൺസൾട്ടൻസി എന്നുള്ള രീതിയിലും വീണ വിജയൻ പ്രവർത്തിച്ചിരുന്നു. അതെന്താണ് കൺസൾട്ടൻസി സേവനം എന്ന് ചോദിച്ചപ്പോൾ മറ്റേതെങ്കിലും കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ കൺസൾട്ടൻസി സേവനം നൽകിയതിൻ്റെ പരിചയസമ്പത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ CMRലുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി സേവനം അവിടെ ഒരു ERP എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ CMRലിന് ERP സംവിധാനം തിരഞ്ഞെടുക്കുക, ആസൂത്രണം ചെയ്യുക, നടപ്പിലാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ഉപദേശക സേവനങ്ങളാണ് നൽകിയതെന്നും അതിനപ്പുറം മറ്റ് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നുമാണ് ഈ മൊഴിയും സൂചിപ്പിക്കുന്നത്. പിന്നീട് IT കൺസൾട്ടൻസിയും മാർക്കറ്റിംഗ് സേവനങ്ങളും ERPക്കായുള്ള കൺസൾട്ടിംഗ് മാത്രമാണ് നൽകിയത് എന്നതിന് പുറമെ CMRൽ അല്ലാതെ ഒരു കമ്പനിക്കും IT മാർക്കറ്റിംഗ് സേവനം നൽകിയിട്ടില്ല എന്നുള്ളതും. മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ജോലി കൂടി വീണ വിജയൻ അവിടെ ചെയ്തിരുന്നു ഈ കരാർ പ്രകാരം. പക്ഷേ മറ്റൊരു കമ്പനിക്കും, CMRൽ അല്ലാതെ ഒരു കമ്പനിക്കും IT മാർക്കറ്റിംഗ് സേവനം നൽകിയിട്ടില്ല എന്നുള്ള മൊഴിയും അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അവരുടെ മൊഴി പ്രകാരം IT കൺസൾട്ടൻസി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകിയ ഏക സ്ഥാപനം CMRൽ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവസാനമായി ഒരു ചോദ്യം കൂടി അവരോട് ചോദിച്ചത് എക്സാലോജിക്കിൻ്റെ മറ്റ് ക്ലയൻറ്റുകളുമായുള്ള ഇമെയിൽ ആശയവിനിമയങ്ങൾ
ഉണ്ടല്ലോ എന്നുള്ള കാര്യമായിരുന്നു. ആ ആശയവിനിമയങ്ങൾ അവരെ കാണിക്കുകയും CMRലുമായി ഇത്തരം ഇമെയിൽ ആശയവിനിമയങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ പഴയ ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആശയവിനിമയത്തിൻ്റെ രീതി എപ്പോഴും ക്ലയൻറ്റിൻ്റെ താല്പര്യത്തെയും സൗകര്യത്തെയും ആശ്രയിച്ചിരിക്കും. CMRൽ ഇമെയിൽ ആശയവിനിമയങ്ങളെക്കാൾ വ്യക്തിപരമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലാണ് കൂടുതൽ സൗകര്യം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ടാണ് CMRലുമായി ഇമെയിൽ ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറ്റ് ക്ലയൻറ്റുകളുമായി ഇമെയിൽ മുഖേന ആശയവിനിമയം നടത്തിയിരുന്നെങ്കിലും CMRL മാനേജ്മെൻറ്റ് നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കാണ് മുൻഗണന നൽകിയിരുന്നത്. അതിനാൽ അത്തരത്തിലുള്ള ഒരു ഇമെയിൽ ആശയവിനിമയം ഇല്ല. അതുകൊണ്ട് എന്താണ് സേവനം നൽകിയതിനെക്കുറിച്ചുള്ള രേഖകളോ തെളിവുകളോ ഇല്ല എന്നുള്ള കാര്യമാണ് വീണ വിജയൻ പറഞ്ഞത്. എന്തായാലും SFIയുടെ അവസാന റിപ്പോർട്ടിൽ ഒരു സേവനവും നൽകാതെയാണ് 2.78 കോടി രൂപ എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് CMRൽ നിന്ന് കൈപ്പറ്റിയത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുപ്രകാരമാണ് CA 447 അവർക്കെതിരെ ചുമത്തുകയും ചെയ്തത്. എന്തായാലും ഇതിൻ്റെ ചുവട് പിടിച്ചാണ് EDയുടെ അന്വേഷണം തുടർന്നുകൊണ്ട് പോകുന്നത്. മാസപ്പടി എന്നുള്ള രീതിയിൽ ഇത് മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ, ഈ പണം എന്ത് ചെയ്തു, എങ്ങോട്ട് പോയി തുടങ്ങിയതിനെക്കുറിച്ചാണ്. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപ വായ്പയായി ശശിധരൻ കർത്തയുടെ മറ്റൊരു സ്ഥാപനം വീണ വിജയൻ എക്സാലോജിക്കിന് നൽകിയിരുന്നു. അത് അടച്ചു തീർക്കുന്നതിന് വേണ്ടി CMRൽ നിന്ന് കിട്ടിയ പണം നേരിട്ട് ഉപയോഗിച്ചു എന്നുള്ള കണ്ടെത്തലും SFIO നടത്തിയിരുന്നു. അത് അക്കൗണ്ടിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും ഈ കേസ് വളരെ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ED മിന്നൽ നീക്കങ്ങളാണ് നടത്തുന്നത്.